നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വികസന കുതിപ്പിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി ആൻഡ് കാർഡിയോതൊറാസിക് ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു. മെഡിക്കൽ കോളേജിലേക്ക് 2 ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുമെന്ന് മന്ത്രി VN വാസവൻ. പാചകവാതക പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം. കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ LDFന്റെ അടുപ്പുകൂട്ടി സമരം. ശമ്പള വർധന. കാരിത്താസ് ആശുപത്രിക്ക് മുന്നിൽ നഴ്സുമാർ ശവപ്പെട്ടിയിൽ കിടന്ന് പ്രതിഷേധിച്ചു. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. കൊടിയേറ്റ് ഈ മാസം 23-ന്. ഭഗവാന്റെ ആറാട്ട് ഏപ്രിൽ 1-ന് പമ്പയിൽ. വാർത്തകൾ വിശദമായി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാർഡിയോളജി ആൻഡ് കാർഡിയോതൊറാസിക് ബ്ലോക്കും ബയോഗ്യാസ് പ്ലാന്റും ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കാർഡിയോളജി ആൻഡ് കാർഡിയോതെറാസിക് ബ്ലോക്ക്, ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനം ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ നിർവഹിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളിലും ചികിത്സാ മികവിലും മാതൃകയായ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് സമീപ വർഷങ്ങളിൽ നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. 200 കിടക്കകളോട് കൂടിയ കാർഡിയോളജി ആൻഡ് കാർഡിയോതൊറാസിക് ബ്ലോക്കിന്റെ 2ാം ഘട്ടം 46 കോടി 41 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത്രയും അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ കാർഡിയോളജി ആൻഡ് കാർഡിയോതൊറാസിക് ബ്ലോക്കിന്റെയും ബയോഗ്യാസ് പ്ലാന്റിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് വിവിധ ബ്ലോക്കുകളിലേക്ക് സഞ്ചരിക്കുന്നതിനായി 2 ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിന് MLA ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. പോർട്ടബിൾ എക്കോ കാർഡിയക് മെഷീൻ വാങ്ങുന്നതിന് 9.5 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. വാദപ്പനി ചെറുപ്പത്തിലുണ്ടാകുന്ന കുട്ടികൾക്ക് കാർഡിയോളജിയായി ബന്ധപ്പെട്ട വിഷയത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി റൂമാറ്റിക് ഹാർട്ട് ക്ലബ് വർഷങ്ങളായി മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചു വരികയാണ്. അതിൻ്റെ ഫലമായി ഇപ്പോൾ വാതജന്യ രോഗങ്ങളില്ലാത്ത കുട്ടികളുള്ള നാടായി നാടിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ സാഹചര്യമുണ്ട്. ഭാവിയിൽ അവരുടെ പ്രവർത്തനത്തിന് ഒരു പ്രധാനപ്പെട്ട മെഷീൻ വാങ്ങിച്ചു തരണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല, പോർട്ടബിൾ എക്കോ കാർഡിയോളസ് എന്ന് പറയുന്ന ഒരു മെഷീൻ, കാർഡിയാക് എന്ന് പറയുന്ന മെഷീൻ. അത് 9.5 ലക്ഷം രൂപ ഞാൻ MLA ഫണ്ടിൽ കൊടുത്ത് ഇന്ന് ഓർഡറാക്കി കൊടുത്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുക. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ N. ഖോബ്രഗഡെ, ദേശീയ ആരോഗ്യ ദൗത്യം സംസ്ഥാന മിഷൻ ഡയറക്ടർ രാഹുൽ കൃഷ്ണ, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N. പ്രിയ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് P. പുനൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. 200 കിടക്കകളോട് കൂടിയ കാർഡിയോളജി ആൻഡ് കാർഡിയോതെറാസിക് ബ്ലോക്കിന്റെ 2ാം ഘട്ടം 36.41 കോടി രൂപ ചെലവിലാണ് പൂർത്തിയാക്കിയത്. 10 കോടി രൂപയുടെ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷന്റെ CSR ഫണ്ടിൽ നിന്നുള്ള 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1.5 ടൺ സംഭരണ ശേഷിയുള്ള ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാചകവാതക പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സമരം നടത്തി. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടിയാണ് സമരക്കാർ പ്രതിഷേധിച്ചത്. പാചകവാതക പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. വാണിജ്യ സിലിണ്ടറുകൾ പരിമിതപ്പെടുത്തിയതോടെ ഭക്ഷണത്തിന് ഹോട്ടലുകളെയും കാന്റീനുകളെയും മറ്റും ആശ്രയിക്കുന്നവർ വലയുകയാണ്. പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് LDF പ്രതിഷേധം സംഘടിപ്പിച്ചത്. LDF കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ സർക്കാർ, അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആളുകൾ കൂട്ടിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കടുത്ത പരാജയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ്, നരേന്ദ്രമോദി സർക്കാർ കാര്യമായ നയങ്ങളുമില്ലാതെ വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഒരു മുഖമെന്താണ്? കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളോടും കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന ഗവൺമെന്റുകളോടും നിവേദനപൂർവമായ ധിക്കാരവും ഫാസ്റ്റും. മറുഭാഗത്ത് ഈ സർക്കാരിന്റെ നയം ഡൊണാൾഡ് ട്രംപിന്റെ മുന്നിൽ നാണം കെട്ട ദാസ്യം.
CPI മണ്ഡലം സെക്രട്ടറി സന്തോഷ് കേശവനാഥ് അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി B. ശശികുമാർ, LDF നിയോജക മണ്ഡലം സെക്രട്ടറി MK പ്രഭാകരൻ, LDF നേതാക്കളായ TC ബിനോയ്, CN സത്യനേശൻ, ഷീജ അനിൽ, PK ആനന്ദക്കുട്ടൻ, സാബു മുരിക്കവേലി, രാജീവ് നെല്ലിക്കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തിരുനക്കര മോട്ടോർ തൊഴിലാളി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശമ്പള വർധന ആവശ്യപ്പെട്ട് കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ നഴ്സുമാർ നടത്തുന്ന സമരം 5 ദിവസം പിന്നിട്ടു. ശവപ്പെട്ടിയിൽ കിടന്നാണ് നഴ്സുമാർ ഇന്ന് പ്രതിഷേധിച്ചത്. ശമ്പള വർധന ആവശ്യപ്പെട്ട് കോട്ടയം കാരിത്താസ് ആശുപത്രിക്ക് മുന്നിൽ നഴ്സുമാർ നടത്തുന്ന സമരം 5 ദിവസം പിന്നിട്ടു. കിടപ്പാടം പണയം വെച്ച് ലോൺ എടുത്ത് നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന നഴ്സുമാരെ ആശുപത്രി മാനേജ്മെന്റ് അർഹമായ ശമ്പളം നൽകാതെ ചൂഷണം ചെയ്യുകയാണെന്ന് ഇവർ പറയുന്നു. ഓവർടൈം ഡ്യൂട്ടിയും ജോലി സമ്മർദ്ദവും നഴ്സുമാരെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നു. അടിസ്ഥാന ശമ്പള വർധന ആവശ്യപ്പെട്ട് UNA-യുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ സമരം തുടരുകയാണ്. 5ാം ദിവസമായ ഇന്ന് ശവപ്പെട്ടിയിൽ കിടന്നാണ് സമരക്കാർ പ്രതിഷേധിച്ചത്. മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ലെന്ന് UNA യൂണിറ്റ് പ്രസിഡന്റ് അൻസു ജോസഫ് പറഞ്ഞു. ഞങ്ങളിപ്പോൾ 5 ദിവസമായിട്ട് ഇവിടെ സമരത്തിലാണ്. നഴ്സുമാരുടെ സമരം 5ാം ദിവസം കടന്നിട്ട് ഇവിടുത്തെ മാനേജ്മെന്റ് ഞങ്ങളുടെ നേരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ പലതരത്തിലും ശ്രമിച്ചു. രാഷ്ട്രീയപരമായിട്ട് എല്ലാ ഒത്തുതീർപ്പ് പോലും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളോട് ഒത്തുതീർപ്പ് തയ്യാറില്ല. ഈ പറയുന്ന എൻ്റെ പേര് അൻസു ജോസഫ് എന്നാണ്. ഞാൻ പാലാരൂപതയുടെ ഒരു ഇടപെടാനാണ്. സഭാ നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനികളുടെ മാനേജ്മെന്റിനെതിരെ സമരം എന്നാണ് ഇപ്പോൾ പ്രഖ്യാപനം. ഞങ്ങൾ ഇതിന് വെറ്റ് ചെയ്തിട്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയത്തില്ല. ലോൺ ബാധ്യതയും വണ്ടിക്കൂലിയും കഴിഞ്ഞാൽ പിന്നെ തുച്ഛമായ തുക മാത്രമാണ് ശമ്പളമായി കയ്യിലുള്ളതെന്നും നഴ്സുമാർ പറയുന്നു. ഞങ്ങളുടെ മാനേജ്മെന്റ് ഞങ്ങളുടെ കൂടെ നിൽക്കുകയും സമരപരിഷ്കരണത്തിൽ അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മാനേജ്മെന്റ് ഞങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുക എന്താ വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറായിട്ടില്ല. ദിവസവും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ വിളിക്കുക, ഫോൺ വിളിക്കുക, ഭീഷണിപ്പെടുത്തുക, ഡ്യൂട്ടിക്ക് കയറാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇപ്പം നിലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ലോണുകൾ എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെയാണ് ഈ ജോലിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനൊന്നും മിച്ചം പിടിക്കാൻ കിട്ടുന്നില്ല. മറ്റു ജോലി ചെയ്യുന്നത് പോലെ ഞങ്ങൾക്കും ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി മാത്രം ഞങ്ങളിപ്പോൾ സമരമായിട്ട് മുന്നോട്ടിറങ്ങിക്കുന്നത്. അതേസമയം സമരത്തിന്റെ പിന്നിൽ ലക്ഷ്യം വേറെയുണ്ടെന്നും ജീവനക്കാർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ടെന്നും മാനേജ്മെന്റ് അവകാശപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. മീനം 1-ാം തീയതി ഞായറാഴ്ച രാവിലെ 5 മണിക്കാണ് ഭക്തർക്ക് ദർശനത്തിനായി ക്ഷേത്രനട തുറക്കുന്നത്. ഈ മാസം 23-ന് ശബരിമലയിൽ ഉത്സവത്തിന് കൊടിയേറും. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിക്കും. ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. മീനമാസം 1 മുതൽ കളഭാഭിഷേകവും പടിപൂജയും ഉണ്ടായിരിക്കും. മീനമാസ പൂജകൾ പൂർത്തിയാക്കി മാർച്ച് 19-ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. അതേസമയം ശബരിമല ഉത്സവത്തിനായി മാർച്ച് 22-ന് വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. മാർച്ച് 23-ന് പകൽ 11:30-നും 12-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ശബരിമല ഉത്സവത്തിന് കൊടിയേറും. മാർച്ച് 24 മുതൽ 31 വരെ ദിവസവും ഉച്ചപൂജകൾക്ക് ശേഷം ഉത്സവബലി ഉണ്ടായിരിക്കും. മാർച്ച് 31-നാണ് പള്ളിവേട്ട. ഏപ്രിൽ 1-ന് ഭഗവാൻ പമ്പയിൽ ആറാടും. അന്നേ ദിവസം രാവിലെ 9 മണിക്ക് സന്നിധാനത്തു നിന്നും ആറാട്ട് ഘോഷയാത്ര പമ്പയിലേക്ക് പുറപ്പെടും. ആറാട്ടിന് ശേഷം ഘോഷയാത്ര സന്നിധാനത്ത് തിരിച്ചെത്തിയ ശേഷം രാത്രി 10 മണിക്ക് നടയടയ്ക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. CPIM വ്യക്തികേന്ദ്രീകൃതമായി എന്ന വിമർശനത്തിൽ കഴമ്പുണ്ടെന്ന് പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് പ്രസന്നൻ ആനിക്കാട്. ക്യാബിനറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കാഴ്ചപ്പാട് മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രസന്നൻ ആനിക്കാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്യാബിനറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കാഴ്ചപ്പാട് മുഖാമുഖം പരിപാടിയിൽ അതിഥിയായി എത്തിയ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ് പ്രസന്നൻ ആനിക്കാട് ഇടതുമുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കി. LDFന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടമാകുന്നു എന്നത് ഒരു പരിധിവരെ ശരിയാണെന്ന് പ്രസന്നൻ ആനിക്കാട് പറയുന്നു. മുന്നണി വിപുലപ്പെടുമ്പോൾ ഒത്തുതീർപ്പ് രാഷ്ട്രീയം പ്രയോഗിക്കേണ്ടി വരുമെന്ന് PM ശ്രീ പദ്ധതി ഉദാഹരണമാക്കി പ്രസന്നൻ ആനിക്കാട് ചൂണ്ടിക്കാട്ടി. മുന്നണികൾ വിപുലപ്പെടുമ്പോൾ മുന്നണികളുടെ വലിപ്പം എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിരിക്കും കാഴ്ചയ്ക്ക്. പക്ഷേ പല കാര്യങ്ങളിലും ഒത്തുതീർപ്പ് രാഷ്ട്രീയം അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ PM ശ്രീ അത് നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ എന്നുള്ളതല്ല, പ്രബലമായ ഒരു മുന്നണിയെ നയിക്കുന്ന സർക്കാരിൻ്റെ നേതൃത്വം CPIM ഒരു തീരുമാനത്തിലെത്തുന്നു. കാരണം വിദ്യാഭ്യാസപരമായിട്ട് കേരളത്തിന് ഒരുപാട് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സാമ്പത്തികമായിട്ട് കിട്ടുന്ന, പക്ഷേ പെട്ടെന്ന് ഘടകകക്ഷി എന്നുള്ള നിലയിൽ CPI അതിനെ എതിർക്കുന്നു. ഇതൊരു ശോഷണത്തിൻ്റെ ഭാഗമാണ്.
നേരത്തെ ഒരു കാരണവശാലും CPIM ഒരു തീരുമാനം എടുത്താൽ അതിനെ മാറ്റിമറിക്കാൻ സാധാരണഗതിയിൽ അത് നടക്കുന്നതല്ല. പക്ഷേ ഇത്തവണ അത് സംഭവിച്ചു. അതേപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ നിലനിർത്താനായിട്ട് ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരുന്നു. ഇതൊക്കെ ഈ പറയുന്ന നമ്മൾ ശോഷണത്തിൻ്റെ ചില എലമെൻറ്റ്സ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമാണ്. CPIM വ്യക്തി കേന്ദ്രീകൃതമായി എന്ന വിമർശനത്തിൽ കഴമ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തുടർ ഭരണത്തിൻ്റെ 2021 ഭരണത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ മുമ്പായിരുന്നെങ്കിൽ റിയാസ് എന്ന് പറയുന്ന ഒരു ഘടകം മന്ത്രിയായിട്ട് ഈ സർക്കാരിൽ തന്നെ വരാൻ അസംഭവ്യമെന്ന് പറയാൻ കഴിയും. വേറെ കൂടുതൽ ഉദാഹരണമൊന്നും വേണ്ട. മുമ്പായിരുന്നെങ്കിൽ. പക്ഷെ ഇത്തവണ അത് സംഭവിച്ചതിൻ്റെ കാരണം ഈ തുടർഭരണത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും അതിനെ ക്യാപ്റ്റൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. ആ ക്യാപ്റ്റൻ ഉള്ളതാണ് എന്നുള്ളതിൻ്റെ ആനുകൂല്യം അദ്ദേഹം ഒരുപക്ഷെ അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ആവശ്യപ്പെട്ടെങ്കിൽ അതിനെ നിഷേധിക്കാനോ എതിർക്കാനോ ആർക്കും കഴിയില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചുറ്റുപാടായി ഉരുത്തിരിഞ്ഞത്. അത് ശരിയാണോ, അതിനകത്ത് ശരികേടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പരിധിവരെ ശരികേടുണ്ട്. കാരണം EMSൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന അല്ല, EMS ഉൾപ്പെടെ ഉള്ളവർ ഉയർത്തിയ സംഭവത്തിൽ ബന്ധുമിത്രാദികളെ കഴിവതും, അപ്പോൾ പിന്നെ എന്താണ് വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഒരു ചോദ്യം ഉണ്ടാകുന്നതുകൊണ്ട് അത് പാടില്ല എന്ന് പറയും. പക്ഷേ ഇത്തവണ ഒരുപക്ഷെ ഈ പലരും ആരോപിക്കുന്ന പോലെ ഒരു വാത്സല്യം അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കാം ഇപ്പോൾ ഏറ്റവും വലിയ വിമർശനം പറയുന്നത് മരുമോനിസം എന്ന് പറയുന്നത്. ആ വിമർശനത്തിന് ഇട ഉണ്ടാക്കരുതായിരുന്നു എന്ന് ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ക്യാബിനറ്റ് ചാനൽ ചീഫ് എഡിറ്റർ ടോം മാത്യു അവതാരകനായി എത്തുന്ന കാഴ്ചപ്പാട് മുഖാമുഖം പരിപാടിയിൽ പ്രസന്നൻ ആനിക്കാടുമായി നടത്തിയ അഭിമുഖം ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്കും രാത്രി 9 മണിക്കും സംപ്രേഷണം ചെയ്യും. കൂടാതെ യൂട്യൂബ് ചാനലിലും ക്യാബിനറ്റ് ചാനലിന്റെ ഫേസ്ബുക്ക് പേജിലും ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാചകവാതക ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. ലാലിച്ചൻ ജോർജ്, ബാബു കെ ജോർജ്, സജീഷ് ശശി, PK ഷിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസന കുതിപ്പിൽ കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജി ആൻഡ് കാർഡിയോതൊറാസിക് ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു. മെഡിക്കൽ കോളേജിലേക്ക് 2 ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുമെന്ന് മന്ത്രി VN വാസവൻ. പാചകവാതക പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം. കോട്ടയത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ LDFന്റെ അടുപ്പുകൂട്ടി സമരം. ശമ്പള വർധന. കാരിത്താസ് ആശുപത്രിക്ക് മുന്നിൽ നഴ്സുമാർ ശവപ്പെട്ടിയിൽ കിടന്ന് പ്രതിഷേധിച്ചു. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. കൊടിയേറ്റ് ഈ മാസം 23-ന്. ഭഗവാന്റെ ആറാട്ട് ഏപ്രിൽ 1-ന് പമ്പയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.